ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയില് വളരെ മൈൽഡ് സ്പൈസസ് യൂസ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വളരെ ധാരാളമായിട്ട് കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചുള്ളതായ ഒരു ഡിഷാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്നറിയാം. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അറിയാൻ വയ്യാത്തതായ ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് പ്രയോജനമാകട്ടെ എന്ന് കരുതി ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അത് മറ്റൊന്നും തന്നെയല്ല, ചിക്കൻ സ്റ്റൂ ആണ്. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാ നമുക്ക് ഒന്ന് നോക്കാം. ഈ ചിക്കൻ സ്റ്റൂവിന് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും അതിന്റെ മെഷർമെന്റും ഇതോടൊപ്പം നിങ്ങളോട് പറയാം. ഇവിടെ ഞാൻ 1 kg ചിക്കന് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. 2 tablespoon കൊറിയാൻഡർ പൗഡർ, 1/2 teaspoon ടർമറിക് പൗഡർ, 1.5 teaspoon ഫെനൽ സീഡ് അതായത് പെരിഞ്ജീരകം, പിന്നെ 1 tablespoon ginger, 1 tablespoon garlic, then 1/2 tablespoon salt, then 2 teaspoon crushed, ഒത്തിരി ക്രഷ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളതായ പെപ്പർകോൺ കുരുമുളക്, 3 കാർഡമം 3 അതുപോലെ ഗ്രാമ്പു ഓർ ക്ലോവ്സ് 7, ഒരു 1/4 ടീസ്പൂൺ മതി. അതോടൊപ്പം 4 പച്ചമുളക് സ്ലീറ്റ് ചെയ്തത്, അല്പം കറി ലീവ്സ്, 1/4 കപ്പ് കോക്കനട്ട് ഓയിൽ, 2 മീഡിയം സൈസ് വലിപ്പമുള്ളതായത് അനിയൻ ചോപ്പ് ചെയ്തത്, 1 മീഡിയം സൈസ് ടൊമാറ്റോ, അത് അതിന്റെ സീഡ് എല്ലാം റിമൂവ് ചെയ്തെടുത്തതാണ്. അതോടൊപ്പം തന്നെ വേറൊരു വെജിറ്റബിൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒത്തിരി വലിപ്പം 2 മീഡിയം സൈസ് പൊട്ടറ്റോ ചോപ്പ് ചെയ്തത്, അത് കട്ട് ചെയ്തത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് 2 കപ്പ് രണ്ടാം പാല്, കോക്കനട്ടിന് രണ്ടാം പാല് 2 കപ്പ്, പിന്നെ ഫസ്റ്റ് പാല് 1 കപ്പ്, അല്പം പെപ്പർ, അത് കുറച്ചുകൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ കാണും. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതില്ലാത്തവർക്ക് സെയിം അളവിൽ തന്നെ ഓൾ പർപ്പസ് ഫ്ലോർ ഓർ മൈദ അല്ലെങ്കിൽ റൈസ് ഫ്ലോർ ഓർ അരിപ്പൊടി യൂസ് ചെയ്യാം. ഐ തിങ്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കവർ ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കുക്കിംഗ് ടൈം ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കുക. ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്നതിന്റെ കൂട്ടത്തില് പിന്നെ വിനാഗിരിയുടെ കാര്യം പറഞ്ഞു എന്നൊരിക്കലും ഡൗട്ട്. ഇതേ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഇനി അടുത്ത് എന്ന് പറയാൻ നമ്മൾക്ക് ഇത്രയും സാധനങ്ങള് നല്ല മിക്സിയിലിട്ട് ഫൈൻ പൗഡർ ആക്കി എടുക്കുക. ഓൾറെഡി ഇത് കൊറിയാൻഡർ പൗഡറും അതുപോലെ പെരിഞ്ജീരകം, ഫെനൽ സീഡ്സ്, ടർമറിക് പൗഡർ, ദിസ് വൺ സിനമൺ, പട്ട പറഞ്ഞു എന്തോന്ന് അത് മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ 1 പട്ട. ഇത് നമുക്ക് നന്നായിട്ട് ഈ 4 കൂട്ട സാധനങ്ങള് മിക്സിക്കകത്ത് നന്നായിട്ട് പൗഡറായിട്ട് ആക്കിയിട്ട് വരാം. കടായി വെക്കുക, നമ്മള് ഓയില് ഒഴിക്കുക, അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ പെപ്പർകോൺ കുരുമുളക് ഇടുക, അതിലേക്ക് കാർഡമം 4 ഇട്ടിട്ടുണ്ട്, ക്ലോവ്സ് ഒന്ന് മൂത്തോട്ടെ. ഇതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂണ്, അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണ്
ഗാർലിക്. അതിന്റെ ആ ജസ്റ്റ് ആ റോസ്മെൽ ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. അതിന്റെ ആ റോസ്മെൽ മാറി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളതായ അനിയൻ ചേർക്കുന്നു. ഇത് അധിക നേരം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇത് ഒന്ന് വഴഞ്ഞിട്ടുണ്ട്, ഒരു 2 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഈ സ്റ്റേജിൽ വരാനായിട്ട്. അതിലേക്ക് ഞാൻ ക്ലിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഗ്രീൻ ചില്ലി, അത് എരിവനുസരിച്ച് നമ്മൾ ചേർക്കാം. ഇവിടെ ഞാനൊരു 5 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറി ലീഫ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഒത്തിരി വഴറ്റണ്ട, ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത 2 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ആഡ് ചെയ്യുന്നു. അതൊന്ന് വഴന്നു 1 മിനിറ്റ് മതി. 1 മിനിറ്റ് മതി. ഒരു മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തതായ ചിക്കൻ ആഡ് ചെയ്യുക. ഈ ചിക്കൻ ഇതുമായിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് എടുക്കാം. ഒരു 3 മിനിറ്റ്സ് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ എല്ലാം കൂടെ ഒരു 3 മിനിറ്റ്സ് മതി. അതുവരെ ഇതിനകത്ത് കിടന്ന് മഴ. ഇതിപ്പോ 3 മിനിറ്റ്സ് കഴിഞ്ഞു. 3 മിനിറ്റ്സ് ഇതിനകത്ത് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് ആ പൊടിച്ചു വെച്ചിട്ടുള്ളതായ കൊറിയാൻഡർ പൗഡർ, ഹോൾ കൊറിയാൻഡർ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ അതില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പൗഡർ എടുത്തത്. പൗഡർ, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ 1 സിനമൺ സ്റ്റിക്ക് 1 ഇഞ്ച് നീളത്തിലുള്ളത്, പട്ട, പിന്നെ ഫെനൽ സീഡ്സ് എന്ന് പറയുന്ന പെരുംജീരകം. ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിന്റെ ആ റോസ്മെൽ ഒന്ന് മാറിക്കോട്ടെ. ഇപ്പൊ 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമ്മള് പൊടിച്ച മസാലയുടെ ആ റോസ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, ഈ പൊട്ടറ്റോ അതുപോലെ തന്നെ ക്യാരറ്റ് വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഫസ്റ്റില് പെപ്പർ കോൺ ഇട്ടത് ഞാൻ നന്നായിട്ട് ക്രഷ് ആക്കിയിട്ടില്ല, ഒരുവിധം ക്രഷ്. കാരണം ഒത്തിരി കുരുമുളകിന്റെ എരി പ്രശ്നം കാണും കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ. അതുകൊണ്ട് അത് നിങ്ങളുടെ ചോയ്സിലൂടെ ക്രഷ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഇടാം. അത് യുവർ ചോയ്സ്. ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എടുത്തു വെച്ചതായ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിനകത്തേക്ക് ചേർക്കുന്നു. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂണ് സോൾട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പം അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ച് ഈ വെള്ളത്തിൽ ഇത് നമ്മൾ അടയ്ക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ചിക്കനിലും ഒക്കെ ഉള്ള വെള്ളം ഊസ് ഔട്ട് ചെയ്യും. അപ്പൊ ഒരു 5 മിനിറ്റ്സ് അങ്ങനെ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ച് വേവിക്കാം. ഇത് ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ്. ഒരു 5 മിനിറ്റ്സ് മൂടി വേകട്ടെ. അപ്പൊ ഇതൊരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വെള്ളം അതിനകത്തുനിന്ന് ഊസ് ഔട്ട് ചെയ്ത് വരുമെന്ന്, അതേപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തേങ്ങാപ്പാല്, അതിന്റെ തിൻ തേങ്ങാപ്പാല് 2 കപ്പാണ് എടുത്തേക്കുന്നത്. നോർമലി ഇത് ചെയ്യുമ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങ എടുത്തിട്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് മിൽക്ക് എടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. 2ാം പാലാവുമ്പോൾ ഒരു അര കപ്പ് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ളതായ 2 കപ്പ് പാലെടുക്കുക. അല്ലെങ്കിൽ വെള്ളം കൂട്ടിയിട്ടിട്ട് അതനുസരിച്ച്. അതേസമയത്ത് മിൽക്ക് പൗഡർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ 1 കപ്പിന് 4 ടേബിൾ സ്പൂൺ പൗഡർ എടുക്കുക.
അപ്പൊ അതാണ്. അപ്പം യു ഗെറ്റ് വൺ കപ്പ് മിൽക്ക് കിട്ടും. അത് അതിന്റെ എന്താണ് തിൻ മിൽക്കാ കിട്ടുന്നെങ്കിൽ വൺ കപ്പ് എക്സ്ട്രാ, അതായത് 1:1 എന്ന പ്രപ്പോർഷൻ, അതായത് ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് യൂസ് ചെയ്യുക. ഇനി ടിന്നിലെ യൂസ് ചെയ്യുന്നെങ്കിൽ സെയിം എത്ര എടുക്കുന്നോ അതിന്റെ ഇരട്ടി വെള്ളം ഉപയോഗിക്കുക. ഓക്കെ, ഇത് ഇതിനകത്ത് ഒഴിച്ചു. അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി പറയാണ്. അതുപോലെ തന്നെ മിൽക്ക് പൗഡർ യൂസ് ചെയ്യുമ്പോൾ വാട്ടർ ഹോട്ട് വാട്ടർ ആകരുത്, വാം വാട്ടറിനകത്ത് അത് മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാതെ എടുക്കുക. ക്യാനിനകത്ത് കിട്ടുന്ന മിൽക്ക് ആണെങ്കിൽ പിന്നെ നമുക്ക് ലംസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതായത് 150 ml മിൽക്ക് ക്യാൻ മിൽക്ക് ആണെങ്കിൽ 150 ml വാട്ടറൂടെ ചേർത്താൽ മതി. അതുപോലെ മറ്റേതാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 കപ്പ് അത് അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് വെള്ളം ചേർക്കുക. പിന്നെ സാധാരണ ഗ്രേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് മീഡിയം കോക്കനട്ട് എടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതിൽ നിന്ന് സ്ക്യൂസ് ചെയ്ത് 1 കപ്പ് തിക്ക് പാൽ എടുക്കുക. പിന്നെ എത്ര കപ്പ് വെള്ളം, എത്ര കപ്പാണ് രണ്ടാം പാൽ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് പ്രൊപ്പോർഷൻ ആയിട്ട് വാട്ടർ എടുത്ത് ഒഴിച്ചിട്ട് അത് സ്ക്യൂസ് ചെയ്ത് രണ്ടാം പാലും എടുക്കുക. അതെനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഇപ്പോഴത്തെ പിള്ളേർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിട്ടെന്ന് കണ്ടാണ്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ്സ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തായ ടൊമാറ്റോ ആഡ് ചെയ്യുന്നു. അഗെയിൻ ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമില് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇപ്പൊ 10 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്ക് മൂടി എടുത്ത് മാറ്റാം. അത് നമ്മുടെ ചിക്കൻ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം, ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആ കോൺഫ്ലോർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ റൈസ് ഫ്ലോറോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് സ്ലറി ആക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് ഒരു വെള്ളം എടുക്കുക. ഒരു 2 or 3 ടേബിൾ സ്പൂൺ വെള്ളത്തിനകത്ത് ഈ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട്, അതായത് ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സ്ലറി വന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ കറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അഗെയിൻ അത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഓപ്പൺ ആയിട്ട് തന്നെ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഈ സ്ലറി ചേർക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ തിക്കാകാൻ വേണ്ടിയാണ്. അതിനുശേഷം 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഫസ്റ്റ് തിക്ക് കോക്കനട്ട് മിൽക്ക് ഈ കറിയിലേക്ക് ഒഴിക്കുക. നമ്മൾ ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടിരുന്നായ പെപ്പർ പൗഡർ, നോട്ട് പൗഡർ, കുറച്ചുകൂടെ ക്രഷിനെ നല്ലതായിട്ട് ക്രഷ് ചെയ്ത ഇത് 2-3 പിഞ്ച് അതിനുള്ളിൽ തൂകുക. പിന്നെ ഈ നമ്മൾ അങ്ങനെ നമ്മുടെ ഇത് അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് താളിക്കാം. ഞാനിവിടെ താളിക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്. അങ്ങനെയെങ്കിൽ ഒരു 2 ടീസ്പൂണ് ഓയില് ഒരു കടായിക്കകത്ത് എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു 1/2 ടീസ്പൂണ് കടുക് ഇടുക. അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഈ ഓയിലിനകത്തേക്ക് ആഡ് ചെയ്യുക. അതൊന്ന് കളറ് ചേഞ്ച് ആവുമ്പോഴത്തേക്ക് പിന്നെ നമ്മളുടെ കയ്യിൽ കുറച്ച് ഒരു 2 തണ്ട് കറി ലീഫ്
അതിനകത്തിട്ട് അതും കൂടെ മൂപ്പിക്കുക. അതിനുശേഷം ഞാനിവിടെ ഞാൻ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറവായിട്ട് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളത് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഞാൻ ആ താളിച്ച് വെച്ചതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് നന്നായിട്ട് ഈ കറിയുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. പിന്നെ ഈ അങ്ങനെ നമ്മുടെ വളരെ എന്താ പറയുന്ന ക്രീമി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ സേവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എല്ലാ ബ്രെഡിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ബ്രെഡായ അപ്പം, പാലപ്പം, അതുപോലെ ഇടിയപ്പം, ഇതിൻ്റെ കൂടെ എല്ലാം സേർവ് ചെയ്യാം. പിന്നെ സേർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്യരുത്. അത് വെച്ച ആ പാത്രത്തിൽ തന്നെ അങ്ങനെ തന്നെ ഒരു 10 മൂടി വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഇത് ഉപയോഗിക്കാവുള്ളൂ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഇത് എൻജോയ് ചെയ്ത് കഴിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ബൈ. താങ്ക് യു.